അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിഹാര മാർഗം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം ഉടനടി നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുത്ത്, അതേപോലെ തന്നെ എൻ്റെ അറിവിൽ ഒരുപാട് പേര് പറഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആൾക്കാരും പിന്നെ അതേപോലെ ഞാൻ ഒരുപാട് ഉസ്താദുമാരെ വീഡിയോസൊക്കെ കണ്ടീനി. അപ്പോൾ അവരുടെ കമൻസിലൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് ഞാനിത് ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഫലം കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ദിക്ർ, ഈ ദുആ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ ചൊല്ലി അല്ലെങ്കിൽ ഈ ദുആ നമ്മൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഉടനടി നടക്കും. അല്ലെങ്കിൽ അതിന് വേറെന്തെങ്കിലും മാർഗത്തിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൂടെ അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനെ കുറിച്ചിട്ടാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഒരുപാടുള്ളവരാണല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ വേഗത്തിൽ നിറവേറാൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. യാ അർഹമർ റാഹിമീൻ. ആ ദിക്ർ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ദിക്റാണല്ലേ, യാ അർഹമ റാഹിമീൻ എന്നുള്ള ദിക്ർ. ഈ ദിക്റിനെ 1000 പ്രാവശ്യം നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കരുണക്കടലായ റബ്ബ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട്, നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചെയ്തിട്ട് അതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിങ്ങളെ എന്ത് ആവശ്യമാണ് നിറവേറിയിട്ടുള്ളതെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കട്ടോ. കാരണം മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രയോജനമാകട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കമൻസ് കാണുമ്പോൾ. അത് കാരണം നമ്മൾ കമൻറ്റ് വേറെല്ലാവർക്കും അത് ഒരു പ്രയോജനമായി തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. പക്ഷേ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. ഓൽക്ക് അത് കഴിയാത്തതെന്നറിയോ? പ്രധാന കാരണം പറയണത് അവർ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കാൻ കഴിയില്ല. എന്തെങ്കിലും നന്മകളുള്ളവർക്ക്, കാരണം ആ സമയത്ത് ഇപ്പോൾ തണുപ്പുള്ള സമയമൊക്കെയാണല്ലോ അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് എണീറ്റ് നിസ്കരിക്കാൻ അള്ളാഹുവിനോട് കുറച്ച് ഭക്തി ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് കഴിയില്ല. അതിനെക്കുറിച്ചൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തഹജ്ജുദ് നിസ്കാര ശേഷമൊക്കെ 1000 തവണ നമ്മൾ ഈ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ നമ്മുടെ ആവശ്യം എന്താണോ അത് മനസ്സിൽ കരുതി നല്ല നിയ്യത്തോടു കൂടി ചെയ്താൽ ആ ആവശ്യം പൂർത്തീകരിക്കും എന്ന് നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധി ഘട്ടം, ബുദ്ധിമുട്ട്, ഇടങ്ങേറ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ദിവസം ഇപ്പോൾ എപ്പോഴാണ് നമുക്ക് എങ്ങനെ വരിക ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതമാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ വേഗം നേർച്ചയാക്കി അപ്പോൾ ഏത് നിസ്കാരമാണോ നമ്മൾ നിസ്കരിക്കുന്നതിന് അതിന് ശേഷം അങ്ങനെ 5 വക്ത് നിസ്കാരമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനോ എന്തെങ്കിലുമൊക്കെ കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വേഗത്തിൽ യാ അർഹമർ റാഹിമീൻ, റബ്ബേ കരുണക്കടലായ നാഥ, എൻ്റെ ഈ പ്രശ്നം നീ പെട്ടെന്ന് പരിഹരിച്ച് തരണേ എന്ന നല്ല നിയ്യത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി 1000 തവണ ഞാൻ ചൊല്ലി ദുആ ചെയ്യാറുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ച് തരികയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. കാരണം നമ്മൾ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുകളിലൂടെ, അല്ലെങ്കിൽ ഓരോ ഇടങ്ങേറുകളിലൂടെ. കാരണം ആർക്കും ഇവിടെ ഈ ദുനിയാവിൽ നല്ല സ്വസ്ഥതയോ നല്ല സുഖമോ ആർക്കുമില്ല. പക്ഷെ നമ്മൾ നല്ലത് മാത്രം പ്രവർത്തിക്കുക, അള്ളാഹുലേക്ക് കൂടുതൽ അടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിന് സമാധാനവും ഐശ്വര്യവും ശാന്തിയും ബർക്കത്തും റഹ്മത്തും ഒക്കെ നമുക്ക് തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ കഴിയുന്നതും ദിവസവും 1000 തവണയെങ്കിലും യാ അർഹമർ റാഹിമീൻ, ആ ദിക്റിന് ഒരുപാട് ഫലങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ദിക്റ് ചൊല്ലാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്കിങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. കാരണം നമ്മൾ ടെൻഷനുകളൊക്കെ നമ്മളിങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലേ നമ്മൾ ടെൻഷനുകളൊക്കെ പെട്ടെന്ന് മാറുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടുമല്ലോ. അപ്പോൾ നമ്മളെ ലൈഫ് സന്തോഷമാകും അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതം സന്തോഷത്തിലായിരിക്കണം. എപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക, എപ്പോഴും നിരാശപ്പെട്ടിരിക്കാതിരിക്കുക, എപ്പോഴും സന്തോഷത്തിലായിരിക്കുക. എന്നാൽ നമ്മളെ ജീവിതം രക്ഷപ്പെടും. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഇങ്ങനെ ചെയ്തിട്ട് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിന് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഫലം കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉടനടി നമ്മുടെ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയുന്ന അത്ഭുതകരമായ ഒരു ദിക്റാണിത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.